കാര്യം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ അതിൻ്റെ ആക്ച്വൽ അവസ്ഥകൾ ദാറ്റ് ഈസ് നേരത്തെ സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ച താരങ്ങൾ പലപ്പോഴും അടുത്ത സുഹൃത്തുക്കളാകാറുണ്ട്. പക്ഷേ ചിലപ്പോൾ ആ ബന്ധം അവസാനം പിളർന്നു പോകുകയും ചെയ്യാറുണ്ട്. ഉണ്ണി മുകുന്ദനും നിഖില വിമലയും ഒന്നിച്ച് നിരവധി സിനിമകളിൽ അഭിനയിച്ചു. ഗെറ്റ് സെറ്റ് ബേബി ഉൾപ്പെടെ പ്രൊജക്റ്റിൽ ഒരുമിച്ചെത്തിയതോടെ ഫാൻസിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ജോഡിയായി ഇവർ മാറി. എന്നാൽ ഇപ്പോൾ ഈ ജോഡി വീണ്ടും ഒരുമിച്ചെത്താൻ സാധ്യതയില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇതിന് കാരണം ഇരുവരും തമ്മിലുള്ള ബന്ധം മോശമായത് തന്നെ. അതിന് പിന്നിൽ വലിയൊരു പ്രൊഫഷണൽ ക്ലാഷ് ഉണ്ടായി എന്നാണ് വിവരം. ആദ്യമായി പ്രശ്നങ്ങൾ തുടങ്ങിയത് മേപ്പടിയാൻ സിനിമയുമായി ബന്ധപ്പെട്ടാണ്. ആ സിനിമയ്ക്ക് ഉണ്ണിക്കൊപ്പം അഭിനയിക്കാനായി നിഖിലയ്ക്ക് ഓഫർ കിട്ടിയിരുന്നു. പക്ഷേ ആ ചിത്രത്തിന് തനിക്ക് ചെയ്തെടുക്കാൻ ഒന്നുമില്ലെന്നും ആ കാരണം കൊണ്ട് തന്നെ ആ ചിത്രം നിരസിച്ച് നിഖില വ്യക്തമാക്കി. പിന്നീട് ഇരുവരും വീണ്ടും ഒത്തുചേർന്നത് ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രത്തിലാണ്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ണി മുകുന്ദൻ മാർക്കോ എന്ന ചിത്രത്തിനായുള്ള ട്രാൻസ്ഫോർമേഷനിലായിരുന്നു. അതിനെക്കുറിച്ച് നിഖില പൊതുവെ നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് പറഞ്ഞത്. എന്നാൽ പ്രശ്നങ്ങൾ വലുതായത് ഡബ്ബിങ്ങിന് സമയമായപ്പോൾ. ഉണ്ണി മുകുന്ദന് ഡബ്ബ് ചെയ്യാൻ തയ്യാറാവാൻ ചില ആഹ്വാനങ്ങൾ മുന്നോട്ട് വെച്ചു. കൂടിയ പ്രതിഫലം മാത്രമല്ല, സിനിമയുടെ ലാഭത്തിൽ നിന്ന് 20% ഷെയർ ആവശ്യപ്പെട്ടെന്നാണ് സിനിമാ സംഘം പറയുന്നത്. ആ സിനിമ ചെറിയ ബജറ്റിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം തുക നൽകൽ അവസരം ഉണ്ടായില്ല. പക്ഷെ ഉണ്ണി ഡബ് ചെയ്യാതെ നിന്നതോടെ നിർമ്മാതാക്കൾ കാശ് കൊടുക്കേണ്ടി വന്നു. അതിനുശേഷം നിഖിലയും ഉണ്ണിയുമായുള്ള ബന്ധം ദൂരെ പോയി. പിന്നീട് ചിത്രം റിലീസായി. 12 കോടി രൂപയുടെ ബജറ്റിൽ നിർമ്മിച്ച ചിത്രം തിയേറ്ററിൽ നിന്ന് ലഭിച്ചത് വെറും 91 ലക്ഷം രൂപ മാത്രമാണ്. ഇത് വലിയ നഷ്ടമായിരുന്നു. ഇതിനു പുറമെ 3 വർഷം മുമ്പ് ഉണ്ണിയും അപർണ ബാലമുരളിയും ഒന്നിച്ചുള്ള ചിത്രം മിണ്ടിയും പറഞ്ഞു ഇന്നും റിലീസായിട്ടില്ല. അതിന് പിന്നിൽ ഉണ്ണിയുടെ ചില ഡിമാൻഡുകളാണ് കാരണം എന്നാണ് പ്രൊഡക്ഷൻ ടീം പറയുന്നത്. ഇതോടെ ഉണ്ണി മുകുന്ദൻ ഉണ്ണി മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചിരുന്ന 2 പ്രമുഖ നടിമാരുമായും ഇപ്പോഴും ദൂരെയാണെന്നാണ് ഗോസിപ്പ് സർക്കിൾസിൽ നിന്ന് അറിയുന്നത്. സെലിബ്രിറ്റികളുടെ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.